കർണാടകയിലെ യശ്വന്ത്പൂർ ജംഗ്ഷൻ വരെ പോകാൻ പറ്റുന്ന ഒരു കിടിലം ട്രെയിനിന്റെ വീഡിയോ ആണ് ഇത്. പലരും ബാംഗ്ലൂർ പോകാൻ വേണ്ടി ട്രിവാൻഡ്രം സെൻട്രൽ എന്നുള്ള ട്രെയിൻ നോക്കുമെങ്കിലും കൊച്ചുവേളി അധികം ആരും പ്രിഫർ ചെയ്യാറില്ല. എങ്കിൽ ഈ ട്രെയിൻ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോളൂ, നിങ്ങൾക്ക് പറ്റിയ ട്രെയിനാണ്. ഈ ട്രെയിനിന്റെ നമ്പർ വരുന്നത് 12258 ട്രിവാൻഡ്രം നോർത്ത് യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പേര് പുനർനാമകരണം ചെയ്ത് ട്രിവാൻഡ്രം നോർത്ത് എന്നാക്കിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പലരും ഇതറിയാതെ ട്രിവാൻഡ്രം സെൻട്രൽ വന്ന് എത്തിച്ചേരാറുണ്ട് ട്രെയിൻ കയറാൻ വേണ്ടി. നിങ്ങളുടെ ടിക്കറ്റിൽ TVCN എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൊച്ചുവേളി അഥവാ ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് വേണം കയറാൻ. ഈ ട്രെയിൻ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് സർവീസ് നടത്തുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 16 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് രണ്ടാമത്തെ ദിവസം രാവിലെ 9:45 യശ്വന്ത്പൂർ ജംഗ്ഷനിലെത്തുന്നു. ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന കൂടുതൽ ട്രെയിനുകളും ആലപ്പുഴ വഴിയാണെങ്കിൽ ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത്. വൈകിട്ട് 5 മണിക്ക് ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കൊല്ലം ജംഗ്ഷനിലാണ്. വൈകുന്നേരം 5:50 കൊല്ലം ജംഗ്ഷനിലെത്തും. അതിനുശേഷം കായംകുളം ജംഗ്ഷൻ, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയത്ത് രാത്രി 7:42 എത്തുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റോപ്പ് എറണാകുളം ടൗൺ ആണ്. രാത്രി 8:55 എറണാകുളം ടൗണിലെത്തും. പിന്നീട് ആലുവ, തൃശൂർ, പാലക്കാട് ജംഗ്ഷൻ. കേരളത്തിലെ അവസാന സ്റ്റോപ്പ് പാലക്കാട് ജംഗ്ഷനാണ്. അതിനുശേഷം വരുന്ന സ്റ്റോപ്പുകൾ കോയമ്പത്തൂർ, ഈറോഡ്, സേലം ജംഗ്ഷൻ, ധർമ്മപുരി, ഹോസൂർ, യശ്വന്ത്പൂർ ജംഗ്ഷൻ. ഇങ്ങനെയാണ് സ്റ്റോപ്പുകൾ വരുന്നത്. ഈ ട്രെയിനിൽ ജനറൽ കോച്ചുകളോ സ്ലീപ്പർ കോച്ചുകളോ ഇല്ല. കംപ്ലീറ്റ് AC കോച്ചുകൾ മാത്രമാണ് ഉള്ളത്. ഇതിലെ AC കോച്ചുകളെല്ലാം തേർഡ് AC കോച്ചുകളാണ്. ട്രിവാൻഡ്രം നോർത്ത് മുതൽ യശ്വന്ത്പൂർ ജംഗ്ഷൻ വരെ സഞ്ചരിക്കാൻ 860 രൂപയാണ് നൽകേണ്ടത്. ഇനി ഈ ട്രെയിനിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ വൃത്തിയുടെ കാര്യമെല്ലാം പക്കയാണ്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ കർണാടകയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 12257 എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും യശ്വന്ത്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 8:45 പുറപ്പെട്ടാൽ 16 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:20 കൊച്ചുവേളിയിൽ അഥവാ ട്രിവാൻഡ്രം നോർത്തിൽ എത്തിച്ചേരുന്നു. തിരിച്ചുള്ള സ്റ്റോപ്പുകൾ നോക്കുകയാണെങ്കിൽ ഹോസൂർ, ധർമ്മപുരി, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം, തിരുവനന്തപുരം നോർത്ത്. ഇങ്ങനെയാണ് വരുന്നത്. ബാംഗ്ലൂർ പോകാൻ കൊച്ചുവേളിയിൽ നിന്ന് ഒരുപാട് ട്രെയിൻ സർവീസുകളുണ്ട്. കഴിവതും അത്തരം ട്രെയിനുകളെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ട്രിവാൻഡ്രം സൗത്ത് എന്നറിയപ്പെടുന്നത് നേമം റെയിൽവേ സ്റ്റേഷനാണ്. ട്രിവാൻഡ്രം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന പല ട്രെയിനുകളും പിന്നീട് സർവീസ് ആരംഭിക്കുന്നത് കൊച്ചുവേളി അഥവാ ട്രിവാൻഡ്രം നോർത്തിൽ നിന്നായിരിക്കും.